ദൈവത്തിന്റെ നല്ല തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് റെക്കോർഡ് ഇന്റർനാഷണൽ വാട്സ് സെന്ററിന്റെ ഇന്നത്തെ യൂത്ത് സർവീസിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ലൈവിൽ ഞങ്ങളെ ശ്രമിക്കുന്നവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. തുടർന്ന് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കായി ജിൻസി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചാരംഭിക്കും. പ്രാർത്ഥിക്കാം. കാരണവന്യത്തിനുമായ സുരസപിതാവാൻ ദൈവമേ, നല്ലൊരു പകൽക്കാലം ദാനമായി നൽകി തന്നുള്ള കൃപയ്ക്കായി നന്ദിയുടെ സ്തുതിയും സ്വാഗതം ചെയ്യുന്ന കർത്താവേ, ദൈവമായ കർത്താവെ, ഞങ്ങൾ യൂത്ത് വർഷപ്പായി കടന്നു വന്നിരിക്കുന്ന കർത്താവെ അവിടെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവ കൃപയാൽ അവിടെ നിന്ന് നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ തക്ക സമയത്ത് കൂട്ടി വരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അഭിഷേകത്താൽ കർത്താവെ ഞങ്ങളുടെ കർത്താവെ അന്യഭാഷ ദൈവത്തെ ആരാധിപ്പാനും ബോധപ്പെടുത്തുവാനും അവിടെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ കുഞ്ഞുങ്ങളുടെയും കർത്താവെ ദൈവമേ കർത്താവ് ജീവിതത്തിൽ അവിടെ അനുഗ്രഹത്തിന് കാരണമായി തീരുമാനം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഭക്തിയോടെ ജീവിപ്പാർക്കത്തോടെ അവിടെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവകൃപയാൽ അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമേ, പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പാട്ട് ആരാധന വചന ശുശ്രൂഷയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുമാനം കർത്താവെ അവിടെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആദ്യയുടെ അന്തവരെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം കൂടി ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന സകല നന്മകളാലും നിറയ്ക്കണേ. സകല വിജയിച്ചു അധികാരമുള്ള നാമത്തിൽ തന്നെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവാദിച്ചാൽ
Praise the Lord. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിൻ നന്ദിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിൻ നന്ദിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. ഹല്ലേലൂയാ ഹല്ലേലൂയാ സദൃശവാക്യം 25:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചു വയ്ക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം അറിയാമെന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയം അഗോചരം. വെളിയിൽ നിന്നും നീളം നീക്കി കളഞ്ഞാൽ തട്ടാൻ ഒരു പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വാക്കു കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും വരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ബന്ധപ്പെട്ട് വിവാഹത്തിന് പുറപ്പെട്ടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ രഞ്ജിപ്പിച്ചാൽ നീ എന്തു ചെയ്യും? നിന്റെ വഴക്കും കൂട്ടുകാരനുമായി പറഞ്ഞു തരുക, എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്കു തീരാത്ത അപമാനം വരുവാനും ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ പകൽക്കാലം ദൈവവചനമായി ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാൻ വലിയവനായ ദൈവം ഒരവസരം കൂടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നിർവഹിക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. മുന്നമേ തന്നെ എല്ലാ ദൈവമക്കൾക്കും ദൈവദാസനും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ആത്മീയ ജീവിതത്തിൽ അനേകര് ഹല്ലേലൂയ തോറ്റുപോകാറുണ്ട്. മുന്നമൊക്കെ നല്ല രീതിയിലായിട്ടും പിന്നീട് ഹല്ലേലൂയ അവര് തോറ്റ് പിന്നോട്ട് ആയി പോകുന്ന ഒരു അവസ്ഥ ഹല്ലേലൂയ പലതും നാം കണ്ടിട്ടുണ്ട്. ഇന്നും അത് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ അതിനൊരു ഉദാഹരണം ഞാൻ ഹല്ലേലൂയ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്നു ശൗൽ. അതിനു മുമ്പ് ഇസ്രായേലിൽ ഹല്ലേലൂയ രാജാവില്ലായിരുന്നു. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് യഹോവയായ ദൈവമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന്റെ നിർബന്ധപ്രകാരം ബെന്യാമിൻ ഗോത്രത്തിലുള്ള കീശിന്റെ മകനായ ശൗലിനെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ ആ ശൗല് ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ പരാജയപ്പെടാനുള്ള കാരണം ഹല്ലേലൂയ അതാണ് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത്, ഹല്ലേലൂയ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തതിനു ശേഷം ശമൂവേൽ പ്രവാചകൻ ഹല്ലേലൂയ ശൗലിനോട് പറഞ്ഞു, ഞാൻ വരുന്നിടം വരെ ഗിൽഗാലിൽ നീ കാത്തിരിക്കണം. എത്ര ദിവസം അറിയാമോ? 7 ദിവസം നീ അവിടെ കാത്തിരിക്കണം. ഞാൻ അവിടെ വന്ന് ഹല്ലേലൂയ സമാധാനയാഗങ്ങൾ ഹോമയാഗങ്ങൾ കഴിക്കുവോളം 7 ദിവസം നീ ഗിൽഗാലിൽ കാത്തിരിക്കണമെന്ന് ശമൂവേൽ ശൗലിനോട് പറഞ്ഞു. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു യുദ്ധമുണ്ടായി. ഫിലിസ്തീനുമായുള്ള യുദ്ധം ഹല്ലേലൂയ അതിന് കഴിഞ്ഞതിന് ശേഷം ഫിലിസ്തീൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു. ഹല്ലേലൂയ ആ സമയത്ത് ജനമെല്ലാം പേടിച്ച് ഹല്ലേലൂയ ശൗലിന്റെ അടുക്കൽ വന്നുകൂടി. ഹല്ലേലൂയ ശൗലിന്റെ അടുക്കൽ വന്നുകൂടി. ഹല്ലേലൂയ 7 ദിവസമായിട്ടും ശമൂവേലിനെ കാണാതെ വന്നപ്പോൾ ഹല്ലേലൂയ അർഹതയില്ലാതെ ശൗല് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? ഈ സമാധാനയാഗവും ഹോമയാഗവും കഴിച്ചു. ഇത് കഴിച്ചു തീർന്നപ്പോൾ ഹല്ലേലൂയ ശമൂവേൽ കടന്നു വരികയാണ്. ശമൂവേൽ ചോദിക്കുക, നീ എന്താ ചെയ്തത്? ഹല്ലേലൂയ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാ ചെയ്തത്. തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണോ തനിക്ക് ചെയ്യാൻ ഹല്ലേലൂയ പറ്റില്ലാത്ത, അവന്റെ രാജാവിൻ്റെതായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ അനുമതിയുള്ളൂ. എന്നാൽ ഹല്ലേലൂയ യാഗം ചെയ്യുവാനുള്ള ഹല്ലേലൂയ കഴിവുള്ളത് അല്ലെങ്കിൽ അതിനുള്ള അധികാരമുള്ളത് പുരോഹിതനാണ്. അല്ലെങ്കിൽ എന്നാൽ ശൗൽ ചെയ്യേണ്ട കാര്യം ശൗൽ ചെയ്തപ്പോൾ ഹല്ലേലൂയ അതൊരു അഹങ്കാരമായി തീർന്നു. ഒന്നാമത്തെ കാരണം ഹല്ലേലൂയ അഹങ്കരിച്ചു. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവൻ ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഫിലിസ്ത്യര് ഇസ്രായേലിനോട് യുദ്ധത്തിൽ നിന്ന് പോർ വിളിക്കുമ്പോൾ സകല അടവുകളും വയറ്റിത്തെളിഞ്ഞ രാജാവും അവന്റെ സേവകരും അല്ലെങ്കിൽ വിഷമിച്ച് പേടിച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഫിലിസ്ത്യനോട് യുദ്ധം ചെയ്യുവാൻ ഒരു കുഞ്ഞുമില്ലാതിരുന്നപ്പോൾ ദൈവത്തിന്റെ അഭിഷേകമുള്ള ദാവീദ് യുദ്ധം ചെയ്യുവാനായി ഇറങ്ങിച്ചെന്നു. അല്ലെങ്കിൽ അവിടെ യുദ്ധം എന്താ ചെയ്തത്? ദാവീദ് ഒരു കല്ലുകൊണ്ട് ഫിലിസ്ത്യനെ വധിക്കുകയുണ്ടായി. വേറെ രാജാവിനോ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാവരും പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ അഭിഷേകമുള്ള ദാവീദ് ഹല്ലേലൂയ ഫിലിസ്ത്യനോട് യുദ്ധം ചെയ്ത ഫിലിസ്ത്യനെ കൊന്നുകളഞ്ഞത്. ഇത് കൊന്നുകളഞ്ഞ് അവര് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്ത്രീകൾ തപ്പുകൾ നൃത്തത്തോടുമൊക്കെയായി ആർത്തുകൊണ്ട് അവര് പറയുകയാണ്, ദാവീദ് ഹല്ലേലൂയ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇത് കേട്ടപ്പോൾ ശൗലിന് ദാവീദിനോട് എന്തുണ്ടായി? അസൂയ ഉണ്ടായി. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞ അസൂയ. ഹല്ലേലൂയ ശൗലിന് അല്ലെങ്കിൽ ദാവീദിനോട് അസൂയ ഉണ്ടായി. എന്തിനാ അസൂയ ഉണ്ടായത്? അവരെനിക്ക് 1000 തന്നുള്ളൂ, ദാവീദിന് അവർ 10,000 കൊടുത്തു. അന്ന് മുതൽ ദാവീദിനോട് ശൗലിനായി അസൂയായി. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അമാലേക്ക് അവരോട് ചില കാര്യങ്ങൾ ചെയ്തു. എന്താ ചെയ്തെന്നറിയാമോ? അല്ലെങ്കിൽ അവര് ക്ഷീണിച്ചും തളർന്നും വരുമ്പോൾ ക്ഷീണിച്ചും തളർന്നു വരുന്നവരെ പിറകിൽ നിന്ന് അവരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഇത് അവര് മറന്നുപോയെങ്കിലും ദൈവം അത് കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമാകുമ്പോൾ, നിങ്ങൾക്ക് ദൈവം സമാധാനം തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ഓർമ്മ ഈ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സമയമായപ്പോൾ ദൈവം ശമൂവേൽ മുഖാന്തരം ശൗലിനോട് അരുളി ചെയ്തു, നീ ചെന്ന് അമാലേക്കിനെ നശിപ്പിച്ചു കളയണം, അവരെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ജനിച്ചു കളയണം. അത് മാത്രമല്ല, ഒന്നിനോടും കനിവ് തോന്നരുത്. മക്കളായാലും പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളോ മൃഗങ്ങളോ ആരോടും ഒരു ദയം തോന്നരുത്, സകലരെയും കൊന്നുകളയണം എന്ന് ശൗലിനോട് പറഞ്ഞു. അപ്രകാരം ശൗല് യുദ്ധം ചെയ്യുവാൻ, അവരെ കൊന്നുകളയുവാൻ വേണ്ടി കടന്നുപോയി. അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ ഹീനവും നിസ്സാരമായതിനെല്ലാം ശൗൽ ചെയ്തു, നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ഹല്ലേലൂയ അവർ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിക്കുകയും അവരുടെ തടിച്ച മൃഗത്തെയും ഹല്ലേലൂയ അവർ മേത്തരമായത് എല്ലാത്തിനെയും എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചു.
ഹല്ലേലൂയ. ശൗലിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഈ ശബ്ദമാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. കന്നുകാലികളുടെ ഒച്ചയും ബഹളവും എല്ലാം കേട്ടപ്പോൾ ഹല്ലേലൂയ ശമൂവേൽ ചോദിക്കുകയാണ്, നീ എന്താ ഈ ചെയ്തത്? ദൈവം എന്താ പറഞ്ഞത്? ഒന്നിനെയും സൂക്ഷിക്കരുത്, സകലതിനെ നശിപ്പിച്ചു കളയണമെന്നാ പറഞ്ഞത്. ശൗൽ എന്താ ചെയ്തത്? അതിനെല്ലാം എന്ത് ചെയ്തു? സൂക്ഷിച്ചു. ബേത്തരമായതിനെല്ലാം അവൻ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ രണ്ടാമത്തെ കാരണം പറഞ്ഞത് അനുസരണക്കേട്, അഹങ്കാരം, അസൂയ, അനുസരണക്കേട്. ദൈവം എന്താണോ പറഞ്ഞത് അത് ചെയ്യാതെ അതിൽ വിപരീതമായി ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ രാജസ്ഥാനത്ത് ദൈവം മാറ്റുമെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ അങ്ങനെ അവന്റെ മേലുണ്ടായിരുന്ന ദൈവത്തിന്റെ ആത്മാവ് അവൻ നിന്ന് മാറിപ്പോയി. ദൈവം അയച്ചൊരു ദുഷ്ട ആത്മാവ് അല്ലെങ്കിൽ അവന്റെ മേൽ വന്നു. അല്ലെങ്കിൽ അതിനുശേഷം ശൗലിന് അല്ലെങ്കിൽ ദൈവിക അരുളപ്പാടൊന്നും ലഭിക്കാറില്ല. അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഒരു യുദ്ധത്തിന് കടന്നു പോകുമ്പോൾ ജയിക്കുമോ എന്താണോ സംഭവിക്കുന്നത് എന്നുള്ള അരുളപ്പാട് ശൗലിന് ലഭിച്ചിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് എപ്പോൾ അവനെ വിട്ടു മാറിയോ അന്ന് മുതൽ അവനെ എന്ത് ചെയ്യുന്നില്ല? ദൈവിക അരുളപ്പാടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ദൈവിക അരുളപ്പാട് കിട്ടാതെ വന്നപ്പോൾ ശമൂവേൽ മരിച്ചുപോയി. ശമൂവേൽ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും അവൻ ദുഃഖത്തിലായി. അങ്ങനെ വീണ്ടും ഒരു യുദ്ധം വന്നപ്പോൾ ശൗൽ പേടിച്ചു. ഹല്ലേലൂയ. അവന്റെ ദൈവിക അരുളപ്പാട് കിട്ടാതെ വന്നപ്പോൾ വെളിച്ചാപ്പാടത്തിയായി ലക്ഷണം പറയുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ അവൻ എന്ത് ചെയ്തു? അരുളപ്പാട് ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ അടുക്കൽ കടന്നുപോയി. അപ്പോൾ നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദൈവിക അരുളപ്പാട് ലഭിക്കാഞ്ഞത് കൊണ്ട് വെളിച്ചപ്പാടത്തിനടുത്ത് ലക്ഷണം ചോദിക്കുവാൻ വേണ്ടി കടന്നുപോയി. അപ്പോൾ 4 കാര്യങ്ങളാണ് ശൗൽ. അല്ലെങ്കിൽ ഹല്ലേലൂയ, ഒരു 2 കൊല്ലമാണ് ഹല്ലേലൂയ ഇസ്രായേലിന്റെ രാജാവായിരുന്നത്. ഈ ശൗലിന് ഹല്ലേലൂയ അവൻ നല്ല രാജാവായിട്ട് ഇരിക്കാമായിരുന്നു. കാരണം അർഹതയില്ലാത്ത സ്ഥാനത്ത് അവൻ ആരായിരുന്നു? എന്തിനു വേണ്ടിയാണ് അവൻ വന്നത്? കാണാതായ അപ്പന്റെ അല്ലെങ്കിൽ കഴുതകളെ തപ്പി വന്ന ഒരു മനുഷ്യനായിരുന്നു ശൗൽ. അവനെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം തെരഞ്ഞെടുത്തു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം അവനൊരു ഹല്ലേലൂയ അർഹതപ്പെട്ട അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു ജോലി, അതൊരു രാജാവായി ദൈവം തെരഞ്ഞെടുത്തു. അവിടെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവന് ഹല്ലേലൂയ നല്ല രീതിയിൽ നിൽക്കാഞ്ഞതുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാഞ്ഞതുകൊണ്ട്, അഹങ്കാരം കാണിച്ചതുകൊണ്ട്, അസൂയപ്പെട്ടതുകൊണ്ട്, ഹല്ലേലൂയ അനുസരിക്കാഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ ദൈവം ചെയ്തു ആ രാജസ്ഥാനത്ത് നിന്ന് അവനെ മാറ്റിക്കളഞ്ഞു. പ്രിയ ദൈവങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ വീണു പോകാറുണ്ട്. പലപ്പോഴും നാം പിന്നോട്ട് മാറിപ്പോകാറുണ്ട്. ഹല്ലേലൂയ അതിനുള്ള പ്രത്യേക കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ നമ്മളെ ഹല്ലേലൂയ ശോധന ചെയ്ത് കണ്ടുപിടിക്കാം. അഹങ്കാരമാണോ, അസൂയാണോ, അനുസരണക്കേടാണോ, ഏതാണെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. മറ്റുള്ള ആളുകൾ നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, നമ്മളെ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ നമ്മളെ ശോധന ചെയ്യാം. എന്താണ് എന്റെ കുറവ്? എന്താണ് എന്റെ ജീവിതത്തിൽ പാളിച്ചു പറ്റാനുള്ള കാരണം എന്താണ്? ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ദൈവം നമ്മെ സഹായിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിലാണ് എനിക്ക് ദൈവം വേണ്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ സംഗീതവും കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു പറഞ്ഞ പോലെ നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മുടെ സംഗീതമായ ഒരു കഥാവ് ഹല്ലേലൂയ ജീവിതത്തിൽ നാം അടുത്ത് പോകുന്ന സാഹചര്യത്തിൽ, ആരുമില്ലാതെ ഏകനാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആശ്വസിപ്പാനായ ഒരു മാർഗമുണ്ട്. നമ്മുടെ കഥാവിനെ യേശുവിനെ പവികാരം നമുക്ക് പാടി കഥാവിനെ മഹത്വപ്പെടുത്താം. ചേർന്ന് പാടി ഹല്ലേലൂയ. സ്തോത്രം. ശബ്ദം കേൾക്കുന്ന ഒരു നാടെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. പാടിയിടും അതുജനത്താ
നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആയിത്ത സ്വരത്താ നയിച്ചതിനാ. ഇന്നും വിറയ്ക്കും പാദമാത്രമുണ്ടെന്നും ഇന്നും വരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും വിറയ്ക്കും പാദമാത്രമുണ്ടെന്നും ഇന്നും വരെയും അത് കുറഞ്ഞിട്ടില്ല. എന്താഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോയില്ല. എന്താഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോയില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അത്ഭുതബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആയിത്ത സ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അത്ഭുതബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആയിത്ത സ്വരത്താൽ നയിച്ചതിനാ. വിശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകയില്ല. വിശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകയില്ല. എന്നാൽ ചായ്പാൻ ഒരു മാർഗമുണ്ട്. ചൂടും
നാമം ചെയ്താണ്. തുടർന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വചനം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനത തിരിഞ്ഞു വരുന്നു. ഇപ്പൊ കാരണം നമ്മുടെ ബലഹീനത തിരിഞ്ഞു വരുന്നു കർത്താവിനെ. ആ കൃപയോട് നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ശബ്ദം വെറുതെ കേറുന്ന കാര്യങ്ങളെ തട്ടി ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ. സകലരിലും മരമോർന്നവനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. സകലരിലും മരമോർന്നവനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയും മഹാപ്രഭുവേ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയും മഹാപ്രഭുവേ. വാത്സല്യത്തോടെ ചേർത്തവനെ, ആരാധന സ്നേഹം പകർന്നവനെ. വാത്സല്യത്തോടെ ചേർത്തവനെ, ആരാധന സ്നേഹം പകർന്നവനെ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ആദിയും അന്തവുമായവനെ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. ആദിയും അന്തവുമായവനെ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. വഴിയും സത്യവുമായവനെ, വേദനകാമകമായവനെ. വഴിയും സത്യവുമായവനെ, വേദനകാമകമായവനെ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ക്രൂശിൽ ചുമന്നുകളെ ഞാൻ, ഓരോ ശിക്ഷയെ പേടിക്കാൻ. ക്രൂശിൽ ചുമന്നുകളെ ഞാൻ, ഓരോ ശിക്ഷയെ പേടിക്കാൻ. ഉൾമുടി ചൂടിയതും എനിക്കാൻ, ജീവനെ നൽകിയതും എനിക്കാൻ. ഉൾമുടി ചൂടിയതും എനിക്കാൻ,
ജീവനെ നൽകിയവൻ എനിക്കാ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ സൂര്യനെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ സൂര്യനെല്ലാം യോഗ്യനായവനെ. സകലത്തെയും സൃഷ്ടി ചെയ്യുവനെ. സകലത്തിനും പരിപാലകനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ. സകലത്തിനും പരിപാലകനെ. സകലരിലും പരമോന്നതനെ. സർവശക്തനും സർവജ്ഞാനിയുമേ. സകലരിലും പരമോന്നതനെ. സർവശക്തനും സർവജ്ഞാനിയുമേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. കരുണയും ഉള്ളവനെ. മനസ്സലിയും മഹാപ്രഭുവേ. കരുണയും ദയയും ഉള്ളവനെ. മനസ്സലിയും മഹാപ്രഭുവേ. വാത്സല്യത്തോടെ അവനെ. ആരാധനയും പ്രവർത്തനവനെ. വാത്സല്യത്തോടെ അവനെ. ആരാധനയും പ്രവർത്തനവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ സൂര്യനെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ സൂര്യനെല്ലാം യോഗ്യനായവനെ. ആദിയും അന്തവുമായവനെ. ഗുണമുള്ളവനായ യോഗ്യനെ. ആദിയും അന്തവുമായവനെ. ഗുണമുള്ളവനായ യോഗ്യനെ. വഴിയും സത്യവുമായവനെ. ദേവനായവനെ. വഴിയും സത്യവുമായവനെ. ദേവനായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ സൂര്യനെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ സൂര്യനെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും ഞാൻ. 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 ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. കൃപയെ എന്നും ഓർത്തിടും
Hallelujah. Hallelujah. കർത്താവിന്റെ വൻകൃപ ഓർത്ത് നമുക്കൊരിക്കലും കർത്താവിനെ സ്തുതിച്ചാണ് ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ അത്യുച്ചത്തിൽ നമ്മൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് പതുക്കെ സ്തുതിച്ചാൽ പോരാ. നമ്മുടെ ശബ്ദമുയർത്തി അത്യുച്ചത്തിൽ തന്നെ കർത്താവിന് ഒരിക്കൽ കൂടി ദൈവത്തെ മൗനപ്പെടുത്താം. ഹല്ലേലൂയ. ഇതിപ്പോ എത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, നല്ല പാട്ടുകളെ തന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു, നല്ല പാട്ടുകളെ തന്നു, നല്ലൊരു വചന ശുശ്രൂഷ ഇത്രത്തോളം നേരം നമുക്ക് ദൈവത്തെ ആത്മാവിൽ പാടിയാരായപ്പോൾ ദൈവം സഹായിച്ചു. തുടർന്ന് ഇന്നത്തെ പ്രാർത്ഥനാ യോഗം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പം യൂത്ത് സർവീസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന സാലവും ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്തു കർത്താവേ. വന്ന നിമിഷം മുതൽ ഇതുവരെ ദൈവിക സാന്നിധ്യത്താൽ നിറയ്ക്കുവാൻ അങ്ങയുടെ കാലം ഇന്ന് പകൽക്കാലം ഈ ഭവനത്തിന് മുകളിലൂടെ കടന്നു പോകാനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങളുടെ ആരാധനയിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവെ ആരാധിക്കുവാനും സംസാരിപ്പിക്കുവാനും ബലപ്പെടുത്തിയ വൻകൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള മീറ്റിംഗിനെ ഓർത്ത് വഹിക്കുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ.